Hey guys, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ നാലാമത്തെ ഭാഗം ഫൈനൽ പാർട്ട് ആണ് ചെയ്യുന്ന തെർമൽ പ്രോപ്പർട്ടീസ്. ഇതിന് മുൻപുള്ള പാർട്സ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. So first question, power radiated by a black body P radiates maximum energy at wavelength lambda 0. So temperature of the body is now changed so that its maximum energy becomes 3 lambda by 4. Power becomes Np, value of N. അതായത് ഇനിഷ്യൽ പവർ P യും ഫൈനൽ പവർ Np ആണ്. ഇനിഷ്യൽ വേവ് ലെങ്ത് ലാംഡ 0, ഫൈനൽ വേവ് ലെങ്ത് 3 ലാംഡ 0 by 4. അപ്പോൾ നമുക്ക് ഇവിടെ റേറ്റ് ഓഫ് എനർജി പവർ എന്നൊക്കെ പറയുന്നത് എന്താ? പ്രൊപ്പോർഷൻ ടു ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചർ ആണ്. ആൻഡ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പ്രകാരം ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 1 ലാംഡ റേസ് ടു 4 എഴുതാം. 1 ലാംഡ റേസ് ടു 4, which means P2 by P1 equal to lambda 1 lambda 2 whole raised to 4 എന്ന് വരും. P2 is Np, so Np by P equal to lambda 0 by 3 lambda 0 by 4 whole raised to 4, 4 by 3 whole raised to 4 എന്ന് വരും. 64 ആണല്ല, 4 raised to 4 എത്രയാ? 256 by 80. PP cancel out, N equal to 256 by 81 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഇവിടെ സ്ഫെറിക്കൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നുണ്ട്. റേഡിയസ് 12 സെന്റിമീറ്റർ, അതിന്റെ പവർ 450 ആണ്, ടെമ്പറേച്ചർ 500 കെൽവിൻ. റേഡിയസ് പകുതിയാക്കുന്നു, ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുന്നു, പവർ എന്ത് സംഭവിക്കും? സോ പവർ അല്ലെങ്കിൽ Q by T എന്ന് വെച്ചാൽ നമുക്കറിയാം സിഗ്മ എ ടി റേസ് ടു 4 ആണ്, പ്രൊപ്പോർഷണൽ ടു ഏരിയ ഇൻറ്റു ടി റേസ് ടു 4, അല്ലെങ്കിൽ ഏരിയ പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എന്ന് കൊടുക്കുക. ഏരിയ പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് P2 by P1 എന്താന്നല്ലേ ചോദ്യം? P2 by P1 P2 അല്ലെ? R1 by R2 R2 by R1 whole raised to 4 into T2 by T1 whole raised to 4 square. റേഡിയസ് പകുതിയാക്കി എന്ന് വെച്ചാൽ R2 by R1 എന്ന് പറയുന്നത് 1/2 ആണ്. R2 by R1 is 1/2, പകുതിയാക്കി. ടെമ്പറേച്ചർ ഡബിൾ ആയി, അപ്പൊ 2 raised to 4. You will get 1/4 into 16, 4 എന്ന് കിട്ടും. Or P2 equal to എന്ത് കിട്ടും? 4P1 എന്ന് കിട്ടും. That is 4 into P1 എത്ര തന്നിരിക്കുന്നത്? 450, 1800 എന്ന് കിട്ടും. 1800 ഏതാ? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. ഒരു സ്റ്റാറിന്റെ റേഡിയസ് 6, അതിന്റെ ടെമ്പറേച്ചർ എന്താണ്? പവർ, റേറ്റ് ഓഫ് ഹീറ്റ് മീൻസ് പവർ തന്നിട്ടുണ്ട് Q. സോ പവർ എന്ന് വെച്ചാൽ നമുക്കറിയാം സിഗ്മ എ ടി റേസ് ടു 4 ആണ്. പവറിന് Q എന്ന് കൊടുക്കുക. സിഗ്മനെ വിളിക്കുന്ന പേരെന്താ? സ്റ്റീഫൻസ് കോൺസ്റ്റന്റ്. സർഫസ് ഏരിയ 4πr² എന്ന് കൊടുക്കുക. സ്പിയർ ഹോൾ ഇൻറ്റു ടി റേസ് ടു 4 എന്ന് കിട്ടും. ടി റേസ് ടു 4 ഈക്വൽ ടു Q by സിഗ്മ ഇൻറ്റു 4πr² എന്ന് കിട്ടും. അപ്പൊ ടി ഈക്വൽ ടു എന്ത് കിട്ടും? Q by 4πr² സിഗ്മ ഹോൾ റേസ് ടു 1/4 എന്ന് കിട്ടും. ഹോൾ റേസ് ടു 1/4. ഓപ്ഷൻ ഡി അല്ലേ? അടുത്ത ചോദ്യം. A black body is at 727 degrees Celsius. Energy proportional to എന്താ? അപ്പോ 727 degrees Celsius എന്ന് വെച്ചാൽ എത്രയാ? 727 plus 273, that is 1000 Kelvin. And we know energy proportional to area പറയാത്തതുകൊണ്ട് T raised to 4 മാത്രം എടുത്താൽ മതി. 1000 raised to 4 എന്ന് കിട്ടും. ഓപ്ഷൻ എ.
ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, a black body at 1227 degrees Celsius. 1227 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 1227 plus 273 ചെയ്താൽ മതി. 1500 കെൽവിൻ. ബ്ലാക്ക് ബോഡി എന്ന് വെച്ചാൽ 1500 കെൽവിൻ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ലാംഡ 5000 ആംഗ്സ്ട്രോം. ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ബൈ 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ T2 എന്ന് വെച്ചാൽ നോട്ട് 100,000 ഇൻക്രീസ് ചെയ്തു. 1500 plus 1000 എന്നുവെച്ചാൽ 2500 കെൽവിൻ കിട്ടും. So what is the lambda 2? Lambda 2. So we have lambda proportional to 1 by T ആണ്. അപ്പൊ lambda 2 by lambda 1 എന്ന് വെച്ചാൽ T1 by D2 ആണ്. That is 1500 by 2500. 15 by 25 എന്ന് കിട്ടും. That is equal to 3 by 4. Or lambda 2 equal to എന്ത് കിട്ടും? 3 by 5 into lambda 1 എന്ന് കിട്ടും. 3 by 5 into what is lambda 1 equal to? 5000. So you will get 3000 angstrom എന്ന് കിട്ടും. 3000 angstrom ഏതാ വരുന്ന? ഓപ്ഷൻ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ടു റോഡ്സ് എ ആൻഡ് ബി ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. ഓക്കെ, K1 and K2 നിങ്ങൾക്ക് കാണാം. ഇതിന് ഇക്വാലന്റ് തെർമൽ കണ്ടക്ടിവിറ്റി എന്താ? ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ റോഡിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണെന്നാണ് ചോദ്യം. ഇത് പാരലൽ ആയിട്ടില്ല, കണക്ട് വൺ അബൌവ് ദി അതർ പാരലൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക, രണ്ട് റോഡ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇക്വാലന്റ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അർദ്ധമെറ്റിക് മീൻ ആയിരിക്കും. K1 plus K2 by 2. ഓപ്ഷൻ ഡി. ഇത് ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കും, രണ്ടെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കും. ഒരേ ലെങ്ത് ഒരേ ഏരിയ, രണ്ടെണ്ണം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ 2K1 K2 by K1 plus K2. ഏതുപോലെ നമ്മൾ സ്പീഡ്, ആവറേജ് സ്പീഡ് പഠിച്ചിട്ടുണ്ടല്ലോ, V1 plus V2 by 2 ഈക്വൽ ടൈം ഇന്റർവെൽ ആണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നെങ്കിൽ 2V1 V2 by V1 plus V2. അതേ കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി എന്ന് വരും. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ കൺവെക്ഷനിൽ സിഗ്മ എ ടി റൈസ് ടു 4 ആണ് റേറ്റ് ഓഫ് കണ്ടക്ഷൻ പഠിച്ച്. ഇവിടെ റേറ്റ് ഓഫ് കണ്ടക്ഷന്റെ ഇക്വേഷൻ എന്താ? പവറിന്റെ Q by T എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് കണ്ടക്ഷൻ പവർ എന്ന് വേണമെങ്കിൽ എഴുതാം. എന്തായിരിക്കും? KA into delta T by L ആണ്. KA into temperature difference T1 minus T2 divided by L. ഇതാണ് റേറ്റ് ഓഫ് കണ്ടക്ഷൻ. അതിൽ K നെ വിളിക്കുന്ന പേരെന്താ? തെർമൽ കണ്ടക്ടിവിറ്റി. A എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. L is length അല്ലെങ്കിൽ thickness. ഇവിടെ രണ്ട് റോഡ് തന്നിട്ടുണ്ട്. have same temperature difference between their end. Between their end temperature difference same ആണ് എന്ന് വെച്ചാൽ ഡെൽറ്റ ടി, T1 minus T2 എന്ന് വെച്ചാൽ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇനി rate of conduction in 1 P1 is equal to 4 times P2. പവർ P1 by P2 4 തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് കണ്ടക്ഷൻ Q by T അല്ലെങ്കിൽ P എന്ന് പറയുന്നത് 4 ടൈംസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയും എയും തമ്മിലുള്ള റിലേഷൻ അല്ലേ? P equal to KA delta T by L ആണ്. ഇവിടെ ലെങ്ത് സെയിം ആണെന്ന് പറയുന്നതുകൊണ്ട് സെയിം ആയിട്ടുള്ള പാരാമീറ്റർ ഒക്കെ വെട്ടിക്കളയാം. പവർ പ്രപ്പോർഷണൽ ടു കെ എന്ന് വരും അല്ലേ? ഇവിടെ നമുക്ക് P1 by P2 equal to 4 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? K1 A1 by K2 A2 equal to 4 എന്ന് എഴുതാം. K1 A1 by K2 A2 equal to 4 എന്ന് കിട്ടും. ഓർ എന്ത് കിട്ടും? അങ്ങനെയാണ് കിട്ടുന്നത്. K1 A1 equal to എന്ത് കിട്ടും? Yes, K1 A1 equal to 4 times K2 A2 എന്ന് കിട്ടും. K1 A1 equal to 4 times K2 A2. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ റേറ്റ് ഓഫ് കണ്ടക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? റേറ്റ് ഓഫ് കണ്ടക്ഷൻ K into A into delta T by L ആണ്.
ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് 2005 ചോദിച്ചത് മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ. ഇപ്പൊ സെയിം മെറ്റീരിയൽ വെച്ച് ഇവിടെ K കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ ഡിഫറൻസും അറ്റ് സെയിം ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് മെയിൻറ്റെയിൻ അറ്റ് സെയിം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ രണ്ടിന്റെയും ഇനിഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും സെയിം ആണ്. അപ്പൊ പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും ഏരിയ ബൈ ലെങ്ത് ആയിരിക്കും. റേറ്റ് ഓഫ് കണ്ടക്ഷൻ പ്രൊപ്പോർഷണൽ ടു A/L ആയിരിക്കും, അല്ലെങ്കിൽ ഏരിയ പ്രൊപ്പോർഷണൽ ടു R²/L. അപ്പൊ മാക്സിമം ആരായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ R²/L ആരാണോ മാക്സിമം അയാളായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ R02/L0 എന്ന് വരിക. ഓപ്ഷൻ ബി ആണെങ്കിലോ 2R0² L0 that is 4 into R0² എന്ന് കിട്ടും. ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ R0²2L0 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ 2R0² that is 2 into R0²L0. ഇതിൽ ആർച്ചസ് ആർക്കാ മാക്സിമം? 4 into അല്ലേ മാക്സിമം എന്ന് പറയുന്നത്, ഇതല്ലേ മാക്സിമം. അവനായിരിക്കും കൂടുതൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം അല്ലേ. അടുത്ത ചോദ്യം, a cylindrical rod having temperature T1 and T2 at its end. ഓക്കെ, ഇപ്പൊ രണ്ടിന്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് കോൺസ്റ്റന്റ് T1 ഉം T2 രണ്ടിന്റെയും. രണ്ടല്ല ഒരു സിലിണ്ടറിക്കൽ റോഡ്. ഹീറ്റ് Q1 ആണെന്ന് പറയുന്നുണ്ട്. all the linear dimensions are doubled keeping temperature constant. അപ്പോൾ T1 minus T2 കോൺസ്റ്റന്റ് ആണ്. എല്ലാ ഡയമെൻഷനും ഡബിൾ ചെയ്ത ആ ഒരു സിലിണ്ടറിക്കൽ റോഡിന്റെ ഹീറ്റ്. അപ്പോൾ ഇവിടെ പവർ Q ആണ്, Q എന്ന് എടുക്കാം. K into A into delta T/L. സെയിം റോഡ്, K കോൺസ്റ്റന്റ്, ഡെൽറ്റ T കോൺസ്റ്റന്റ്, Q പ്രൊപ്പോർഷണൽ ടു A/L ആണ്. Q പ്രൊപ്പോർഷണൽ ടു A/L. അപ്പൊ നമ്മൾ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ ഏരിയന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ L² ആണ് അല്ലെ. ഏരിയന്റെ ഡയമെൻഷൻ L² ഉം ലെങ്ത്തിന്റെ ഡയമെൻഷൻ L ആണ്. അപ്പൊ Q പ്രൊപ്പോർഷണൽ ടു ഡയമെൻഷൻ L എന്ന് വരും. Q പ്രൊപ്പോർഷണൽ ടു ദി ഡയമെൻഷൻ L. ഓക്കെ, ഇങ്ങനെ കൺഫ്യൂഷൻ. അപ്പൊ ലെങ്ത് ഡബിൾ, എല്ലാ ഡയമെൻഷൻ ഡബിൾ ചെയ്യുന്ന വെച്ചാൽ L ഡബിൾ ചെയ്ത Q ഡബിൾ ആവും, Q ഉണ്ടാവും ഡബിൾ ആകും. ഓപ്ഷൻ ബി കിട്ടും. ഇത് കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം Q1/Q2 എന്ന് വെച്ചാൽ എന്ത് കിട്ടും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ് അല്ലെ. സോ ഇപ്പൊ ഏരിയ എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ ടു R² ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ πr² അല്ലേ. അപ്പൊ നിങ്ങൾക്ക് R1²/R2² into L2/L1 എന്ന് എഴുതാം. Q1/Q2 ഈക്വൽ ടു R/R2 എന്ന് വെച്ചാൽ 2R എന്ന് കൊടുക്കുക, ഡയമെൻഷൻ ഡബിൾ ആയി ഇൻറ്റു 2L/L എന്ന് കൊടുക്കുക. അപ്പൊ യു വിൽ ഗെറ്റ് 1/4 into 2 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 1/2 എന്ന് കിട്ടും. അപ്പോഴും Q2 ഈക്വൽ ടു എന്ത് കിട്ടും, 2Q1 എന്ന് തന്നെ കിട്ടും. Q2 ഈക്വൽ ടു 2Q1 കിട്ടും. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. സോ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. A cylindrical metallic rod in thermal contact with two reservoirs of heat at its two ends. Amount of heat conduction in time T Q എന്ന് തന്നിട്ടുണ്ട്. Metallic rod is melted and material is formed into a rod of half the radius. ഈ മെൽറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ടോട്ടൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ വോളിയം കോൺസ്റ്റന്റ്, അതായത് ഇനിഷ്യൽ ലെങ്ത് അവര് നമുക്ക് L എടുക്കാം, ഇനിഷ്യൽ ലെങ്ത് L എടുക്കാം. ഓക്കെ, അതുപോലെ ഇനിഷ്യൽ റേഡിയസ് R എന്ന് എടുക്കാം, ഇനിഷ്യൽ ഏരിയ എന്തെടുക്കാം, A എന്ന് എടുക്കാം. ഇനി രണ്ടാമത്തെ കേസിൽ റേഡിയസ് പകുതിയായി, റേഡിയസ് പകുതിയായ ഏരിയ എന്ത് സംഭവിക്കും, 1/4 ആവും. കാരണം എന്താ, ഏരിയ പ്രൊപ്പോർഷണൽ ടു R² ആണ്. ഏരിയ പ്രൊപ്പോർഷണൽ ടു R², റേഡിയസ് പകുതിയായ ഏരിയ 1/4. ഇവിടെ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ലെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഏരിയ ഇൻറ്റു ലെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഏരിയ 1/4 ആയ ലെങ്ത് എന്ത് സംഭവിക്കും, 4 ടൈംസ് ആകും. ഏരിയ 1/4 ആണെങ്കിൽ ലെങ്ത് വിൽ ബിക്കം 4 ടൈംസ്. അപ്പൊ നിങ്ങൾ Q1/Q2 ഈക്വൽ ടു നമ്മൾ എഴുതുന്ന പോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ചെയ്യുമ്പോൾ Q/Q2 ഈക്വൽ ടു A/A/4 into 4L/L എന്ന് കിട്ടും. യു വിൽ ഗെറ്റ് 16 എന്ന് കിട്ടും.
ഓർ Q2 ഈക്വൽ ടു എന്ത് കിട്ടും? Q/16 എന്ന് കിട്ടും. Q2 ഈക്വൽ ടു Q/16 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഏരിയ A/4 ആയാൽ ലെങ്ത് ബിക്കംസ് 4L എന്നുള്ള കൺസെപ്റ്റ് ആലോചിക്കും. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് തെർമൽ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? തെർമോഡൈനാമിക്സ് ഓർ കൈനറ്റിക് തിയറി ഏതെങ്കിലും ഒന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ.